നമസ്കാരം. പാകിസ്ഥാനെ കുറിച്ച് ഹിലാരി ക്ലിന്റൺ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നമ്മുടെ വീട്ടുമുറ്റത്ത് പാമ്പിനെ വളർത്തിയിട്ട് അയലത്തുകാരനെ മാത്രം കടിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല, അത് പലപ്പോഴും നമ്മളെ തന്നെ കടിക്കും. അതാണ് പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ. സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ രൂപീകരിക്കാനും പിന്നീട് 9/11 ശേഷം അമേരിക്കയും സഖ്യകക്ഷികളും തകർത്ത് ഇല്ലാതാക്കിയ താലിബാനെ പുനരുജ്ജീവിപ്പിക്കാനും അവരെ അഫ്ഗാനിസ്ഥാനിലെ ഭരണത്തിലേക്ക് തിരികെ എത്തിക്കാനും രഹസ്യമായി ചുക്കാൻ പിടിച്ചത് പാകിസ്ഥാനായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന രാജ്യം പാകിസ്ഥാനാണ്. ജമ്മു കാശ്മീരിലെ ഭീകരവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ-ഇ-തോയ്ബ തുടങ്ങിയവയൊക്കെ പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി വളർന്നു വന്നവയാണ്. പഞ്ചാബിലെ ഖാലിസ്ഥാൻ ഭീകരരും പാകിസ്ഥാന്റെ സഹായം കൊണ്ടാണ് ശക്തി പ്രാപിക്കുന്നത്. പുറമേ നല്ലമുള്ള ചമയുന്ന പാകിസ്ഥാനാണ് ഇവരുടെയൊക്കെ പിന്നിലുള്ളതെന്ന നൂറുകണക്കിന് തെളിവുകൾ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ പലതവണ അവതരിപ്പിച്ചിട്ടുണ്ട്. കാലം കുറച്ചു മാറിയപ്പോൾ തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദം പാകിസ്ഥാനെ ഇപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്. പാകിസ്ഥാന്റെ എല്ലാ പ്രൊവിൻസുകളിലും വിഘടനവാദം ശക്തമാണെങ്കിലും അതിൽ ഏറ്റവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് വസീരിസ്ഥാൻ മേഖലയിലെ TTP അഥവാ തെഹ്രീക്കെ താലിബാനാണ്. തെഹ്രീക്കെ താലിബാനെ ടാർഗറ്റ് ചെയ്യാനെന്ന രീതിയിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി സാധാരണ ജനങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയ്ക്കുള്ളിലായിരുന്നു വ്യോമാക്രമണം നടത്തിയത്. ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കം 15-നും 30-നും ഇടയിൽ സാധാരണ ജനങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും തങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നും അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാന്റെ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാന്റെ പ്രത്യേക പ്രതിനിധി മുഹമ്മദ് സാദിഖ് കാബൂൾ സന്ദർശിച്ച് വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ചർച്ച ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് പാകിസ്ഥാന്റെ ശക്തമായ വ്യോമാക്രമണം നടന്നത്. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തതു മുതൽ TTP ശക്തി പ്രാപിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് TTP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചതുപോലെ പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ് തെഹ്രീക്കെ താലിബാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ സേനയ്ക്കെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്ന TTP തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതായി അഫ്ഗാനിസ്ഥാനെതിരെ ഇസ്ലാമാബാദ് പണ്ടേ ആരോപിച്ചിരുന്നു. TTPക്കെതിരെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന രണ്ടാമത്തെ വ്യോമാക്രമണമാണ് ഇത്. മുമ്പ് മാർച്ച് മാസത്തിലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു. അഫ്ഗാൻ താലിബാൻ TTPയെ പരസ്യമായി സഹായിക്കുന്നില്ലെന്ന് പറയുമ്പോഴും TTPയുടെ വളർച്ചയ്ക്ക് പിന്നിലെ എല്ലാവിധ സഹായങ്ങളും അഫ്ഗാൻ താലിബാന്റേത് തന്നെയാണ്. ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനും TTPയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായെങ്കിലും 2022 നവംബറിൽ അത് ലംഘിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ ശക്തമായ ഭീകരാക്രമണങ്ങളാണ് TTP നടത്തിവരുന്നത്. പാകിസ്ഥാനിലെ ചില അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ TTPയുടെ കയ്യിലാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അയൽ രാജ്യങ്ങളെ തകർക്കാൻ മേഖലയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാന് ഇപ്പോൾ ആ ഭീകരവാദം തന്നെ വിനയായിരിക്കുകയാണ്.